ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. 180 ആംഗിളിൽ സ്ക്രീൻ. ഓക്കെ, 125 ആംഗിളിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം, അത്രയ്ക്ക് വലിയ സ്ക്രീൻ. ആ സ്ക്രീനിൽ നമ്മളൊരു മൂവി കാണണമെങ്കിൽ എന്തായിരിക്കും എക്സ്പീരിയൻസ്? അതും ഹൈ ക്വാളിറ്റി, ഹൈ ഡെഫിനേഷൻ വീഡിയോ. അതും ഐമാക്സിൻ്റെ സ്പെഷ്യൽ ഡിസൈൻഡ് ക്യാമറ, പ്രൊജക്ടർ, അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന മൂവി. ആലോചിക്കുക, ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസിന് കൊടുക്കുന്ന പേരാണ് ഒമിനിമാക്സ് തിയേറ്റേഴ്സ്. ആ ഒരു രക്ഷയില്ലാത്ത തിയേറ്ററാണ്. അതൊരു ഡോം തിയേറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ കവേർഡായിട്ട് അതിൻ്റെ 180 ആംഗിളിൽ നമുക്ക് സ്ക്രീൻ കാണണം. അപ്പോൾ അതേപോലെ ഡോം സ്ട്രക്ചറാണ് ഇതിൽ ചെയർസ് എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ല. ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു 35 ആംഗിളിൽ ആണ് ആ സ്ലൈഡ് അവർ ചെയ്ത് വെച്ചാണ്. അതിൽ ചെയർസ് മേലോട്ട് നോക്കുന്ന രീതിയിലാണ് നമ്മൾ. അപ്പോൾ അതിന് ഡോമായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിൽ നമ്മുടെ കുറച്ച് ചെയർസിൻ്റെ നടുക്കുന്നതാണ് പ്രൊജക്ടർ. പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊജക്ടർ പതുക്കെ എലിവേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. എന്നിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ട് സൂപ്പറാണ്. ഇപ്പോൾ അതിനേക്കാളും മുമ്പ്, ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ തിയേറ്ററിൽ കയറുമ്പോൾ അവിടെ ചെയർസൊക്കെ ഇങ്ങനെ ഇരിക്കും, സൂക്ഷിച്ചിരിക്കേണ്ടി വരും. അങ്ങനെ അത്രയ്ക്ക് സ്ലാൻഡിങ് ആയിട്ടാണ് ഇരിക്കുന്നത് ചെയർസ്. നമ്മൾ സൂക്ഷിച്ച് ചെയർസൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഏകദേശം മിഡിലായിട്ട് ഞാൻ സെലക്ട് ചെയ്തു ഇരുന്ന്. അപ്പോൾ അവർ ആഡ്സ് തുടക്കം കാണിക്കുന്ന ആഡ് കണ്ടു കഴിഞ്ഞാൽ ചിരി വരും. നമ്മൾ നോർമൽ മൂവിയുടെ ഇതാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്യണത്. അത് ചെറിയൊരു സ്പേസേ ഉള്ളൂ സ്ക്രീനിൻ്റെ. ഒരാൾ വരും, എക്സ്പ്ലെയിൻ ചെയ്യും, ഇങ്ങനെ ഒമിനിമാക്സ് പറയുന്നത് ഇതൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് മൂവി സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ ഐമാക്സിൻ്റെ ഒരു ഡെമോ വീഡിയോ ഇടും. അത് കഴിഞ്ഞിട്ടാണ് മൂവി സ്റ്റാർട്ട് ചെയ്യണത്. ആക്ച്വലി ഇങ്ങനത്തെ മൂവീസ് അവൈലബിൾ അല്ല, ഡോക്യുമെൻ്ററീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 45 മിനിറ്റ്സിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററീസ് ആണ് ആ തിയേറ്റേഴ്സിൽ ഷോ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡോക്യുമെൻ്ററി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത് ഈ തിയേറ്ററിൽ. ഒരു 45 മിനിറ്റ്സിൻ്റെ ഷോ. ആ ഡോക്യുമെൻ്ററി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണണം, ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു, സ്ക്രീൻ നമ്മൾ ചുറ്റും ലിറ്ററലി നമ്മൾ ഒരു സൈഡിൽ നടക്കുന്നത് കാണണമെങ്കിൽ നമ്മൾ തല ശരിക്കും അങ്ങോട്ട് തിരിഞ്ഞ് അവിടെ നോക്കിയിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് നോക്കണമെങ്കിൽ ഇവിടെയും നോക്കണം. ശരിക്കും നമ്മൾ തല ഫുള്ള് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം നമ്മൾ മൊത്തത്തിൽ സ്ക്രീനിൽ എന്തൊക്കെ നടക്കണമെന്ന് കാണണമെങ്കിൽ. ഇടയ്ക്ക് നമ്മളൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനിലേക്ക് പോകും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയർസൊക്കെ മൂവ് ചെയ്യണമെന്ന് തോന്നിപ്പോവും. ഞങ്ങൾ കണ്ട മൂവിക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഡീപ് സ്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററിയാണ്. ഒരു ടെലിസ്കോപ്പ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയാണ്. ആ ടെലിസ്കോപ്പ് അവർ സ്പേസിൽ ഡിപ്ലോയ് ചെയ്തു. അവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസ്, ഗാലക്സി ഫോട്ടോസ്, അതൊക്കെയാണ് ഷെയർ ചെയ്യുന്ന ഒരു ടെലിസ്കോപ്പിൻ്റെ ഒരു ഹിസ്റ്ററി കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി. ഗംഭീര ഡോക്യുമെൻ്ററിയാണ്. കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റാണ്. സ്കൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫൊക്കെ എൻ്റെ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. പുള്ളിക്കാരി ചെയർസ് മൂവ് ചെയ്യണ്ടോ, നമുക്ക് അങ്ങനെ ഒരു തോന്നണില്ലല്ലോ, 4DX പോലെയാണോ ചെയർസ് മൂവ് ചെയ്യണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചെയർസ് ഒന്നും മൂവ് ചെയ്യണില്ല, നമ്മൾ അത്രത്തോളം ഇൻവോൾവ് ആയി പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൈയുടെ ഉള്ളിൽ ഇങ്ങനെ എത്തുന്നു. പറഞ്ഞാൽ അത്രയ്ക്ക് സ്ക്രീൻ സൈസാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. നമ്മൾ ചെയറൊക്കെ മൂവ് ചെയ്യാണ്. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചില സ്ഥലത്തൊക്കെ ഞാൻ എത്തിയപ്പോൾ അയ്യോ തലയൊക്കെ ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നും. അവൻ അത്രയ്ക്ക് ഇൻവോൾവ് പോകും നമ്മൾ സ്ക്രീനിലേക്ക്. 180 ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ഞാൻ നോക്കി എന്താ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ചെയ്തേക്കണതെന്ന് പറയുന്നത്. ഇതൊരു ഫിലിം തന്നെയാണ്. 65mm ഫിലിമാണ് അവർ യൂസ് ചെയ്യുന്നത്. ക്യാമറ യൂസ് ചെയ്യുന്നത് 180 ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ക്യാമറ തന്നെ. ആ കണ്ടൻറ്റ് അവർ ചെറുതാക്കി 65mm ഫിലിമിലേക്ക് ആക്കിയിട്ട് ആ 65mm ഫിലിമാണ് അവർ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിനിമം 10 ടൈംസ് ബിഗറാണ് നമ്മുടെ സാധാ തിയേറ്ററിലെ കണ്ടൻറ്റിനേക്കാളും. മിനിമം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലുള്ളൂ, 10 ടൈംസിനേക്കാളും മേളിലാണ്. ഞാൻ വേണമെങ്കിൽ കമ്പാരിസൺ ചെയ്ത് തരാം. ഞാൻ തുടക്കം ഒരു ആഡ് കാണിക്കുന്നുണ്ട്. ആ ആഡും ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ്റെ ഡിഫറൻസും ഞാൻ അതിൽ കാണിച്ചു തരാം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഭയങ്കര ഡിഫറൻസാണ്. നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. അത്രയ്ക്ക് വലിയ സ്ക്രീനാണ് കാണുന്നത്. സ്ക്രീൻ മാത്രമല്ല, ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ്. ഇവർ യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഒമ്നി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, സറൗണ്ട് സൗണ്ട് നമുക്ക് കിട്ടും. 360 സൗണ്ട്. അത് അവർ യൂസ് ചെയ്യുന്നത് 12 ചാനൽ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെമോസ് സമയത്ത് നമുക്ക് 12 ചാനൽസൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്, എവിടേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വിഷ്വൽ സൈഡ്, സൗണ്ട് സൈഡ്, നമ്മുടെ പൊസിഷൻ, അതെല്ലാം അടിപൊളിയാണ്. നമ്മൾ ആദ്യം സ്ക്രീനിൽ നമ്മൾ തിയേറ്ററിലേക്ക് കയറുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ലൈറ്റ്, ജസ്റ്റ് ഒരു ലൈറ്റ് LED ലൈറ്റ് പോലെ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഒരാൾ ഡെമോ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വാഷ്റൂം എവിടെയാണ്, സൂക്ഷിച്ച് പോകണം. അപ്പോൾ ഈ പ്രൊജക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഐമാക്സിൻ്റെ കമ്പനിയുടെ തന്നെയാണ്. ഇതെല്ലാം പ്രൊജക്ടറും ക്യാമറയും കാര്യങ്ങളൊക്കെ എല്ലാം ഐമാക്സിൻ്റെ തന്നെയാണ്. ഇത് ഐമാക്സിൻ്റെ
ബാപ്പയാണ് എന്ന് പറയില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഐമാക്സിൻ്റെ ഒരു ബാപ്പ. അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തത് സിൻസിനാറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. സിൻസിനാറ്റി ഒഹായോ സ്റ്റേറ്റിലുള്ളതാണ്. അവിടെയാണ് ഈ തിയേറ്റർ ഉള്ളത്. ഈ തിയേറ്റർ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോയത്. ടിക്കറ്റ്സിന് $9 ആയിരുന്നു. അപ്പോൾ അത്രയ്ക്ക് വലിയ റേറ്റും ഇല്ല ഈ ഷോ കാണാനും. അങ്ങനെ രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു ഓമ്നി മാക്സ് എന്ന് പറഞ്ഞ തിയേറ്റേഴ്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങൾ ഈ തിയേറ്ററും ഫിലിമും ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി കാണാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, സൂപ്പറാണ്. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.